ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മക്രോണി റെസിപ്പിയാണ്. ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി പാസ്ത ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉപ്പിടാൻ മറന്നുപോലെ. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഒരു എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണം പോണ വരെ നന്നായിട്ട് വാട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് വാട്ടി നന്നായിട്ട് അത് സ്മാഷ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്തയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എത്ര ആഡ് ചെയ്ത് കൊടുക്കണമെന്നൊന്നും പറയാത്തത്. നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം ഒരു 20 മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നുപോലെ. ഇനി ഒരു മുട്ട പൊട്ടിച്ചിടാം. മുട്ടയില്ലെങ്കിൽ ചീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിന്. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. യമ്മി.